ശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മരിയ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. 2023 മാർച്ച് മാസത്തിലാണ് കൃപാസന പത്രം എൻ്റെ മൂത്ത മകള് അവളുടെ സ്കൂളിലെ ടീച്ചർ കൊടുത്തിട്ട് ആദ്യമായിട്ട് എൻ്റെ കൈകളിൽ കൊണ്ടുവന്ന് തരുന്നത്. ഞാൻ 2019 കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവൾ കൊണ്ടുവന്ന് തന്നെങ്കിലും ഞാനത് വെറുതെ മറിച്ച് നോക്കി അവിടെ മേശപ്പുറത്ത് വെച്ചു. ആ മാർച്ച് മാസത്തിൽ തന്നെ ഞാൻ ഒരു 3 സ്വപ്നം കണ്ടു. അതിലാദ്യത്തെ സ്വപ്നം ഈശോയുടെ കുരിശിൻ്റെ കീഴിൽ ഞാൻ നിന്ന് കരയുന്നതാണ് കണ്ടത്. അപ്പോൾ ഈശോ കുരിശിൽ നിന്ന് ഉയർക്കുന്നു. അപ്പോൾ ആ ഉയർക്കുമ്പോൾ ഒരു കയ്യിൽ എൻ്റെ കൈയോട് ചേർത്ത് വെച്ചതായൊരു സ്വപ്നം കണ്ടു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ആ ആഴ്ചയിൽ തന്നെ ഒരു മാതാവ് ഞങ്ങളുടെ വീട്ടിൽ ഒരു റൂമിൽ ഒരു മാതാവിൻ്റെ രൂപം ഞാൻ കണ്ടു. അപ്പോൾ വളരെ തേജസ്സോടു കൂടിയ ഒരു മാതാവായിരുന്നു. അതാണ് രണ്ടാമത്തെ സ്വപ്നം. മൂന്നാമതൊരു സ്വപ്നം കണ്ടത് ഒരു ക്ലോക്കും അതിൽ 9 മണി എന്നുള്ളൊരു സമയമാണ് ഞാൻ കണ്ടത്. മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസമായപ്പോൾ ഞങ്ങൾക്ക് സാമ്പത്തികമായ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. അതിൽ വളരെ വലിയൊരു തകർച്ച ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നു. അപ്പോഴാണ് ആ കുരിശു രൂപവും അതിൻ്റെ കീഴിൽ ഞാൻ നിന്ന് കരയുന്നതുമായി ഞാൻ അതിന് മുൻപത്തെ മാസം കണ്ട സ്വപ്നം എനിക്ക് ഈശോ കാണിച്ചു തന്നതാണ്. നിൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തെക്കുറിച്ചിട്ട് കാണിച്ചു തന്നതായിരുന്നു. അങ്ങനെ അതിന് ശേഷമാണ് ഞാൻ ആ കൃപാസന പത്രം എൻ്റെ കൺമുൻപിൽ പെട്ടു. ഞാനത് ഒറ്റ ഇരിപ്പിന് തന്നെ മുഴുവൻ വായിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആ റൂമിൽ കണ്ട മാതാവ് എന്ന് പറയുന്നത് കൃപാസന മാതാവാണ്. വെറുതെ പ്രത്യക്ഷപ്പെട്ട ഈ മാതാവിൻ്റെ രൂപമാണ് ഞാൻ എൻ്റെ വീട്ടിൽ കണ്ടത്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്ത് ഞാൻ അതിലെ നിയോഗങ്ങൾ എഴുതിയിരുന്നു. പക്ഷേ അതിൽ ഞാൻ വീട്ടിൽ ചെന്ന് എനിക്ക് ആദ്യം സാധിച്ചു എന്ന് പറയുന്ന നിയോഗം ഞാനതിൽ എഴുതാത്തതായിരുന്നു. വേറെ അതിൽ വലുതായ ആവശ്യങ്ങളുണ്ടായതുകൊണ്ട് തന്നെ എനിക്ക് 9 വർഷമായി PCOD രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനതിൽ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 3 കുട്ടികളുണ്ട്. അവർ 3 പേരും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് എനിക്കുണ്ടായത്. PCOD ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് 2 വർഷം കൂടുമ്പോഴൊക്കെയാണ് പീരീഡ്സ് ആവാറ്, അതും മരുന്ന് കഴിച്ചിട്ട്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് വീട്ടിലോട്ട് ചെന്ന് ഞാൻ ഉപ്പ് തൈലം പൂശി പ്രാർത്ഥിച്ചു. ആ ആഴ്ചയിൽ തന്നെ എനിക്ക് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാതെ തന്നെ പീരീഡ്സായി. ഇപ്പം എല്ലാ മാസവും ഞാൻ മെയ് മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് പീരീഡ്സ് ആവണം. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം അങ്ങനെ എനിക്ക് ലഭിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിൽ എനിക്ക് നടന്ന വേറൊരു കാര്യം, എൻ്റെ മകന് 9-ാം മാസം മുതൽ അലർജിയുടെ ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു. എന്ത് ഭക്ഷണം കൊടുത്താലും അവൻ്റെ മേത്തും തലയിലൊക്കെ വലിയ വലിയ മുഴകൾ വരും. അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ അവർ പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, ഇതെന്തിൽ നിന്നാണ് ഈ അലർജി എന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് വരൂ, എങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. എന്തിൽ നിന്നാണെന്ന് മനസ്സിലാവില്ല. ഒരു ദിവസം ഒരു സൈഡിൽ വലിയ മുഴ വരാണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസം കാലുമേ ആയിരിക്കും വരാ. ചിലപ്പം ശരീരം മൊത്തം ചെറിയ ചെറിയ കുരുക്കൾ വരും. അങ്ങനെ ഉടമ്പടി എടുത്ത് തൈലം പൂശി പ്രാർത്ഥിച്ചതിന് ശേഷം അവന് ഇപ്പോൾ 2 വയസ്സായി. അന്ന് തുടങ്ങിയതാണ്. ഈ മെയ് മാസം തൊട്ട് ഇന്ന് വരെ അവന് പിന്നെ അലർജിയുടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അപ്പോൾ സാമ്പത്തിക തകർച്ചയിൽ നിന്നും എങ്ങനെ കരകയറും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിരുന്നത്. അപ്പോൾ വിദേശത്തേക്ക് പോകണം എന്നുള്ളൊരാഗ്രഹം പോലും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് അതിനുള്ളൊരു വഴി തുറന്നു തന്നു. അങ്ങനെ 9 എന്ന ഞാൻ മാർച്ച് മാസത്തിൽ കണ്ടത്. 9-ാം മാസം സെപ്റ്റംബർ മാസം 29-ാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഒക്ടോബർ മാസം 9-ാം തീയതി, അത്ഭുതമെന്ന് പറയട്ടെ, 15 തൊട്ട് 20 ദിവസത്തിനുള്ളിൽ അടിക്കുള്ളൂ എന്ന് പറഞ്ഞ വിസ എനിക്ക് ഒക്ടോബർ മാസം 9-ാം തീയതി വിസ അടിച്ച് എനിക്ക് വന്നു. ഈ വരുന്ന 27-ാം തീയതി ഞാൻ പോവാണ്. 6 ദിവസം കൊണ്ട് വിസ അടിച്ചു വന്നു. അങ്ങനെ ഈ മാസം 27-ാം തീയതി ഞാൻ വിദേശത്തേക്ക് പോവുകയാണ്.
അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥനയൊന്നും അങ്ങനെ ചില ദിവസം എത്തിക്കും, ചില ദിവസം എത്തിക്കില്ല. ഞാനും മക്കളുമാണ് വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ പള്ളിയിൽ പോകാനായാലും പിള്ളേരുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ പള്ളിയിൽ പോവില്ല, പ്രാർത്ഥന എത്തിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് കൃപകൾ ലഭിച്ചു. അതിൽ ഒന്നാമത്തെ കൃപ എന്ന് പറയുന്നത് ബൈബിൾ വായിക്കാനുള്ളൊരു കൃപയാണ്. ഞാൻ രാവിലെ 4:45 എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് അരമണിക്കൂർ ബൈബിൾ വായിക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പ്രദക്ഷികരണ പ്രാർത്ഥന ചൊല്ലി ഒരു ജപമാല ചൊല്ലിയതിന് ശേഷമാണ് ഞാൻ പള്ളിയിലോട്ട് പോകുന്നത്. അങ്ങനെ പിന്നെ ഒരു ദിവസത്തിൽ എത്ര ജപമാല ഞാൻ ചൊല്ലുമെന്ന് ഞാൻ എണ്ണാറില്ല. കാരണം എനിക്ക് സമയവും കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായനയായാലും ജപമാലയും കൈകളിലെടുത്ത് ഞാൻ ചൊല്ലും. എനിക്കത് മാതാവിൽ നിന്ന് ലഭിച്ച വലിയൊരു കൃപയാണ്. അതേപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉണ്ടാകുന്ന എന്ത് വിഷമമായാലും അത് സന്തോഷത്തോടു കൂടി സ്വീകരിക്കാനുള്ളൊരു കൃപ മാതാവ് എനിക്ക് തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് 1000 നന്ദി. ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം